ഇന്ന് ഞങ്ങൾ വാരാണസിയിൽ നിന്ന് കൊൽക്കത്തയിലോട്ടുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. കൊൽക്കത്തയിലോട്ടുള്ള ട്രാവലിന് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തിരുന്നു. അപ്പം ആ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തോട്ടേക്ക് ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോവാണ്. കുറച്ച് ദൂരമുള്ളെങ്കിലും പെട്ടെന്ന് അവിടെ പോയി ചോദിച്ചുകൊണ്ടും രാത്രി ആയതുകൊണ്ടും പിന്നെ നല്ല തണുപ്പായതുകൊണ്ടും ഓട്ടോൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് 300 ആണ് പറഞ്ഞത്. പിന്നെ ബാർഗെയിൻ ചെയ്ത് ടൈം കളഞ്ഞ് ബസ് മിസ്സാവേണ്ടെന്ന് വെച്ച് ഞങ്ങൾ ആ റേറ്റ് നോക്കി പറഞ്ഞ് ഓട്ടോ കയറി. ബസ് ഏജൻസി ഹോട്ടൽ പ്രൈം ലാൻഡ് എന്ന് പറഞ്ഞ ഈ ഹോട്ടലാണ് ലാൻഡ്മാർക്കായിട്ട് തന്നത്. അപ്പം ഞങ്ങളിവിടെ എത്തി. ബസ് 9:15 വിടുമെന്നായിരുന്നു പറഞ്ഞത്. ബട്ട് ലേറ്റ് ആവുന്നത് കൊണ്ട് ഇവിടെ റെസ്റ്റ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ രാത്രി കഴിക്കാനും പിന്നെ ട്രാവലിൻ്റെ സമയത്ത് കഴിക്കാനും കുറച്ച് സ്നാക്സ് വാങ്ങി. ലേറ്റ് ആവണ്ടെന്ന് വെച്ച് ഡിന്നർ കഴിക്കാതെയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഒരു 11 മണിയായപ്പം ബസ് സ്റ്റാർട്ട് ചെയ്തു. വിശന്നു, ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കോട ആയതുകൊണ്ട് പാസഞ്ചേഴ്സ് ഒക്കെ എത്താൻ ലേറ്റായി. പിന്നെ അവരുടെ ലഗേജസ് ഒക്കെ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ബസ് എടുക്കാൻ ലേറ്റായി. പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഒരു മണിയായപ്പം ഒരു ഫുഡ് കഴിക്കാൻ ധാബയിൽ നിർത്തി. ഞാനും അമ്മയും ബസ്സിൽ നിന്ന് കഴിച്ചുകൊണ്ട് വിശന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല. ബട്ട് അച്ഛൻ ഇവിടുന്ന് ആലുഗോപിയും റോട്ടിയും കഴിച്ചു. ഞാൻ അവിടെ ഇരുന്ന് പുകവെച്ച് കളിച്ച് ടൈം പാസ് ചെയ്തു. പുറത്ത് നല്ല കോട ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെയും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ രാവിലെ ഭക്ഷണം കഴിക്കാൻ നിർത്തി. ഇതാണ് ഞങ്ങളുടെ ബസ്. ഞങ്ങൾ രാവിലെ ബ്രെഡും ചായയും കുടിച്ചു. ബാക്കിയുള്ളവർ വരുന്നവരെ ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ നോക്കിയിരുന്നു. പിന്നെയും ഞങ്ങൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറി ബസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 3 hours ഡിലേ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ലേറ്റ് ആയതുകൊണ്ടാണ്. കുറച്ച് ഷൂട്ട് ചെയ്യുക, ബാക്കി പുറത്തോട്ട് നോക്കിയിരിക്കുക, ഇതേ നിവൃത്തിയുള്ളൂ. ഫോണിൻ്റെ ചാർജ് അവിടെ എത്തുന്നവരെ സേവ് ചെയ്യണം. കാരണം ഞങ്ങൾ എടുത്ത കേബിള് C-to-C കേബിളായിരുന്നു. ബട്ട് ബസ്സിലുള്ള ചാർജിങ് പോർട്ടിനോട് അത് കമ്പാക്റ്റബിൾ അല്ല. പോകുന്ന വഴി കുറേ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. രാവിലെ ട്രാവലിൻ്റെ സമയത്ത് അത്ര തണുപ്പൊന്നുമില്ല. വെസ്റ്റ് ബംഗാളിനോട് അടുക്കും തോറും വെയിലുണ്ട്, നല്ല ചൂട് വന്ന് ഇറങ്ങി. ജാക്കറ്റൊക്കെ ഊരി ഇരിക്കാൻ തുടങ്ങി. ലഞ്ച് കഴിക്കാൻ ഒരു എത്തനിക് വെസ്റ്റ് ബംഗാൾ ധാബയിൽ കയറി. എന്നിട്ട് അവിടെ നിന്ന് താലി കഴിച്ചു. എഗെയിൻ ബസ് കയറി ട്രാവൽ തുടങ്ങി. പല ടോൾ പോസ്റ്റുകളും കടന്നുപോയി. വൈകുന്നേരമായി. ശരിക്കും 9 മണി രാവിലെ എത്തേണ്ടതായിരുന്നു. എത്തിയത് 5:15 വൈകുന്നേരം. ഒരു വാൻ പിടിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് എത്തി. ഇവിടുന്ന് ഒരു ബസ് പിടിച്ചിട്ട് വേണം ഞങ്ങളുടെ ഹോട്ടലിലോട്ട് എത്താൻ. ആ ബസ് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് അവരൊരു ബസ് നമ്പർ കൂടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും. ആ നമ്പറിലുള്ള ബസ്സിലാണ് ഞങ്ങൾ കയറേണ്ടത്. കുറേ നേരം നിന്നിട്ടും അങ്ങനത്തെ ഒരു ബസ് വരാത്തതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു ബോ ബസാറിലോട്ടുള്ള ബസ് ഏതാണ് എന്ന്. അങ്ങനെ ഓരോരോ ബസ് വരുമ്പോഴും അത് ചോദിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ബസ് കണ്ടുപിടിച്ചു. ജംഗ്ഷനിൽ വൈറ്റ് യൂണിഫോം ഇട്ട കൊൽക്കത്തയിലത്തെ പോലീസിനൊക്കെ കണ്ടു. അങ്ങനെ ബോ ബസാറിലോട്ടുള്ള ബസ്സിൽ ഞങ്ങൾ കയറി. ബോ ബസാറിലോട്ടേക്ക് ഒരാൾക്ക് 15 റുപ്യാണ്. ബസ് ടിക്കറ്റൊക്കെ ചെറുതായിരുന്നു. ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഇൻഫർമേഷൻസും കോൺടാക്ട് നമ്പറൊക്കെ അച്ഛൻ്റെ മൊബൈലായിരുന്നു. അച്ഛൻ്റെ മൊബൈലാണെങ്കിൽ 2% ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൊബൈൽ വെച്ചിട്ട് റിവേഴ്സ് ചാർജിങ് ഒക്കെ ചെയ്തു. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ റൂമിലോട്ട് ചെക്ക് ഇൻ ചെയ്ത് കയറി. ഇന്ന് ഫ്രഷനപ്പ് ആയിട്ട് ഒരു നൈറ്റ് വാക്കിനൊക്കെ പോകാനാണ് പ്ലാന്. ഞങ്ങൾ ഈ സ്ട്രീറ്റ്സിലൊക്കെ ഇവിടെ ഇങ്ങനെ നടന്ന് പിന്നെ ഡിന്നർ കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ ചോലെ പൂരി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ട്രാവൽ ചെയ്ത് കുറേ ക്ഷീണിച്ചത് കാരണം ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോയി TV ഒക്കെ വെച്ച് കിടന്നുറങ്ങി.